ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫാമിലിയുള്ള വാട്ടർ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന വാട്ടർ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മളെ പെന്നി വോർട്ട് അംബർല ടൈപ്പ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ഇലകൾ വന്ന് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതൊരു ബേസിനിലാണ് ഇതിപ്പോൾ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് പിടിച്ച് കിട്ടുന്ന ഒരു ഐറ്റമാണ്. വെള്ളത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. ഈ ഒരു ബേസിന് വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. വെള്ളത്തിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കുറയും. കൂടുതലും മണ്ണിൽ കുഴിച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കുക. വെള്ളം എപ്പോഴും വേണം. വാട്ടർ പ്ലാന്റ് ആണല്ലോ, അപ്പോൾ അത് എന്നാലേ നമുക്കത് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് 2 ബേസിൻ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു റൂട്ടായിട്ട് നമ്മൾ വള്ളിയുമായി പോകുന്ന ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ വള്ളി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നേരെ വെള്ളത്തേക്ക് ഇറങ്ങി വെള്ളത്തിൽ നിന്ന് തന്നെ അത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ മുറിച്ച് കളഞ്ഞതാണ്. കാരണം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് പിടിക്കുക. ഇതിപ്പോൾ ഈ ഇല പറഞ്ഞ് വളരെ ചെറിയ ഇലയാണ്. വെള്ളത്തേക്ക് കൂടെ ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ ഇല നല്ല വലിപ്പം ഉണ്ടായിരിക്കും. നല്ല വലിപ്പം ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൻ്റെ വളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണിലൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല ഗ്രോത്തും നല്ല സൈസും വെക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പെന്നി വോർട്ട് എന്ന് പറയുന്നത്. അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഏറ്റവും ചെറിയ ഇല. ഇത് നമ്മൾ അക്വേറിയത്തിൻ്റെ അടിയിൽ ഭാഗത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റും. പിന്നെ നമുക്കിത് പുറത്ത് ഇതേമാതിരി ഒരു ബേസിനിൽ വളർത്താനും പറ്റും. അധികം വെയിലടിക്കാനും പാടില്ല. അങ്ങനത്തെ രീതിയിലാണിത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ചെറിയ ഐറ്റം ഇലകളാണ് ഇത് കാണുന്നത്. നമ്മളിതിൻ്റെ ഒരു ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്വേറിയം ഗ്ലാസ്സിൽ ബെറ്റാസിൻ്റെ ബൗൾ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കാൻ പറ്റും. നമ്മൾ അക്വേറിയത്തിലൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല ലുക്കാണ് ഈ ഒരു ഐറ്റം. ഇതിൽ പൂവൊന്നും ഉണ്ടാവും. ഇതുവരെയും കണ്ടിട്ടില്ല. ഈ പൂവ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത്രയും കാലത്തിൻ്റെ 2-3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെയും പൂവ് ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല. ഇലകളാണ് ഇതിൻ്റെ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇല കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. പേരൊക്കെ ഓർമ്മ മുമ്പ് ഉണ്ടായിരുന്നു, വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ഇതൊരു ഐറ്റമാണ് വാട്ടർ പ്ലാന്റ്. ഇതിൻ്റെ ചെറിയ കട്ട് ചെയ്തിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് കിട്ടുക. ഓവറായിട്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഞാനിത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ വാട്ടർ പോപ്പി ഫ്ലവർ ഉണ്ടാവുന്നത് ഏത് സമയത്ത് നമ്മളിതിൽ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇത് ഫ്രിഡ്ജ് കേസ് മൊത്തം നമ്മൾ വാട്ടർ പോപ്പിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയണ്ടല്ലോ, അടിപൊളി ഗ്രോത്താണ്. വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടും. പിന്നെ ടാങ്ക് നല്ല അടിപൊളി ലുക്കായിരിക്കും. സീസണിലല്ല പൂ ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇതിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയൊരു തണ്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് കിട്ടുക. ഇത് മണ്ണിലാണ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് കേസ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ പ്രത്യേകത, ഇലയും കാണാൻ നല്ല ലുക്കാണ് വരുന്നതാണ്. നല്ല അടിപൊളി ലുക്കാണ്. ഫ്ലവറിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. 2 കളറാണ് അതിൽ വരുന്നത്. യെല്ലോ വൈറ്റ് ഷെയ്ഡ് കൂടിയിട്ടുള്ള കളർ. അപ്പോൾ ഇത് വാട്ടർ പോപ്പി എന്നാണ് ഇതിൻ്റെ ഈ ഐറ്റത്തിൻ്റെ പേര്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. വെയിലടിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. ഓക്കെ, അടുത്തതാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന, എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കബോംബ പ്ലാന്റ്. അപ്പോൾ ഇതൊന്ന് ഒന്നര സംഭവമാണ് ഈ കബോംബ പ്ലാന്റ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നാണ് ഇത് ഗ്രോത്ത് പിടിക്കുക. അതിന് മണ്ണും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒരു തണ്ട് മാത്രം ഇതിൽ കുഴിച്ചിട്ടാൽ മതി. വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാറ്റിന് ഇട്ടിട്ടുള്ളത് റെഡ് ബലൂൺ പ്ലാറ്റി. അപ്പോൾ ടൈം തെറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ അടിയിൽ പോയിട്ടുണ്ട്. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ അവിടെ കാണാം. കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത് ഇതൊരു എന്താ പറയുക, ഇതിന് നമ്മളൊരു ബ്രീഡിംഗ് കേജ് ആയിട്ടാണ് നമ്മളിതിനെ മെയിനായിട്ട് പർപ്പസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിധം അത് വലിച്ചെടുത്ത് അത് നോക്കിക്കോളും. നമുക്ക് പിന്നെ ബ്രീഡിംഗ് കേജ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാനുള്ള ഒരു സ്പേസും ഇതിൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു പ്ലാന്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ അത്രയും സൈസിൽ നീളത്തിൽ ഒരു മരുന്നാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുണ്ട്. നല്ല ഗ്രീനിഷ് കളറായിട്ടുള്ളത്. അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഇത് സെറ്റാവും. ഇല്ലെങ്കിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ അത് വേസ്റ്റും കാര്യങ്ങളൊക്കെ, ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കും. അതൊക്കെ തന്നെ എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അധികം ഈ ഒരു ടാങ്കിൽ ഫുള്ള് ഇത് കബോംബ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത് മതി. ഓവറായി കഴിഞ്ഞാൽ അവർക്ക് നീന്താനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ കുറയും.
അപ്പോൾ അവർക്ക് ഒളിച്ച് നിൽക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവും, ഒളിച്ച് നിൽക്കാൻ പറ്റില്ല, അതിന് കൂടുതലായി അവർക്ക് നീന്താനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ കുറച്ച് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു ടാങ്ക് സെറ്റ് ആക്കിയിട്ടുള്ളത്. അധികം വെയിലടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഗ്രീൻ വാട്ടർ ആയി കഴിഞ്ഞാൽ കപോമ്പ് ഉണ്ടാവില്ല, ഗ്രീൻ വാട്ടർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവും, പിന്നെ ആറ് ആൽഗ ഉണ്ടാവും, ഈ കപോമ്പ് നശിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആണ് ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഫ്രിഡ്ജ് കേസ് ഫുള്ള് നമ്മൾ കപോമ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിലും കുറച്ച് നമ്മൾ ഒഴിവാക്കണം. ഒരു മരുടെ നിന്നാണ് നമുക്ക് അത്രയും കപോമ്പ് ഉണ്ടായത്. അപ്പോൾ എടുത്ത് ഒഴിവാക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീന്താനുള്ളൊരു സ്പേസും കാര്യങ്ങളൊന്നും കിട്ടില്ല. എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം അതിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം അവർക്ക് നീന്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ പെട്ടെന്ന് ചെറിയൊരു മുരട് മാത്രമേ നമ്മൾ കപോമ്പ് അതിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലാണ് ഇത്രയും കപോമ്പ് ഉണ്ടായത്. കുഞ്ഞുങ്ങൾക്ക് ഒരു ഒളി കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു, അപ്പോൾ അതാണ് എടുത്ത് ഒഴിവാക്കിയത്. വളരെ പെട്ടെന്ന് ഗ്രോത്ത് പിടിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ കപോമ്പ് എന്ന് പറയുന്നത്. നല്ല ലുക്കാണ് കേട്ടോ. ചെറിയ വെയിലടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്തും കിട്ടുക. ഫ്രണ്ട്സ്, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കപോമ്പ പ്ലാന്റ്. ഇലകളിൽ സുന്ദരന്മാരായ സുന്ദരൻ. ഇലയാണ് ഇതിൻ്റെ മെയിൻ ഭംഗി. ഇതിൽ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇലകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നാര് പോലുള്ളതാണ് ഇതിൻ്റെ ഇല. ഇത് മണ്ണിൽ കുഴിച്ചിട്ടാലേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് കേസ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ കപോമ്പ പ്ലാന്റ്. അപ്പോൾ അത് ഫിഷും കൂടി ആകുമ്പോൾ ആ ഒരു ടാങ്ക് വളരെയധികം ലുക്കായിരിക്കും. അപ്പോൾ ഫിഷ് കൂടി ഇടുമ്പോൾ നമ്മൾ ആ ടാങ്കിൻ്റെ ഭംഗി കണ്ടോ, നല്ല അടിപൊളി ലുക്കാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. തണ്ട് കുഴിച്ചിട്ട് ആ തണ്ടിൽ നിന്ന് വേരിറങ്ങി കഴിഞ്ഞാൽ ആ വേരിൽ നിന്ന് റൂട്ടായിട്ട് ഇഷ്ടംപോലെ ഇതുണ്ടാവും. വെള്ളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇത് വരുന്നത് അപൂർവമായിട്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇല വേറെ രൂപത്തിലാവും. പക്ഷെ കൂടുതലും വെള്ളത്തിൻ്റെ അടിയിലുമാണ് ഇത് മെയിനായിട്ട് കണ്ടുവരാറുള്ളത്. അടിപൊളി ലുക്കാണത്. കപോമ്പ ഇതിൻ്റെ റെഡ് ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഗ്രീനാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കണ്ടുവരാറുള്ളത്. റെഡും ഇതിനുണ്ട്. റെഡിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത് അടുത്തൊരു വാട്ടർ പ്ലാന്റ്. അപ്പോൾ ഇനിയും ഒരുപാട് വാട്ടർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത എല്ലാവർക്കും ഗുഡ് ബൈ.